ഒരു ഗ്രീൻ കാർഡ് ഉടമ എന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഗ്രീൻ കാർഡ് കൃത്യസമയത്ത് പുതുക്കണം. ഇത് വൈകിയാൽ നിങ്ങളുടെ ഗ്രീൻ കാർഡ് കാലഹരണപ്പെടാം. അങ്ങനെ വന്നാൽ നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റാറ്റസ് ആയി കണക്കാക്കപ്പെടും. 2025 ഗ്രീൻ കാർഡ് പുതുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ സമയമെടുക്കുന്നതിനാൽ 6 മാസം മുൻപേ ഫോം I-90 ഉപയോഗിച്ച് അപേക്ഷിക്കാൻ തുടങ്ങണം. നിങ്ങൾ താമസം മാറുകയാണെങ്കിൽ അത് സർക്കാരിനെ അറിയിക്കണം. പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിലാസം USCIS പുതുക്കണം. ഇത് മറന്നുപോയാൽ നിയമലംഘനമായി കണക്കാക്കും. പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കാതെ പോകാം. ഇത് നാടുകടത്തൽ പോലുള്ള അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. ഫോം AR-11 ഉപയോഗിച്ച് ഓൺലൈനായി സൗജന്യമായും വേഗത്തിലും നിങ്ങളുടെ വിലാസം പുതുക്കാം. വിദേശത്തുള്ള കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അവിടെ എത്രനാൾ താമസിക്കാമെന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. 6 മാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിക്കുന്നത് നിങ്ങൾ അമേരിക്കയിലെ സ്ഥിരതാമസം ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതായി അതിർത്തി ഉദ്യോഗസ്ഥർക്ക് തോന്നാൻ ഇടയാകും. 6 മാസത്തിൽ കൂടുതൽ വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരു റീ എൻട്രി പെർമിറ്റ് നേടണം. 1 വർഷത്തിൽ കൂടുതൽ അമേരിക്കയ്ക്ക് പുറത്ത് താമസിച്ചാൽ നിങ്ങൾ വീണ്ടും അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ അപേക്ഷിക്കുന്നതിന് തുല്യമാകും. അപേക്ഷ നിരസിക്കപ്പെട്ടാൽ അത് നാടുകടത്തലിലേക്ക് നയിക്കും. നിങ്ങളുടെ താമസാനുമതിയെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ സാധ്യതയുള്ള ഒരു തെറ്റുണ്ട്. ഒരിക്കലും അമേരിക്കൻ പൗരനാണെന്ന് തെറ്റായി അവകാശപ്പെടരുത്. ഒരു ജോലി അപേക്ഷിക്കുമ്പോൾ US സിറ്റിസൺ എന്ന ബോക്സിൽ ടിക്ക് ചെയ്യുകയോ നിങ്ങൾ അർഹതയില്ലാത്ത ഒരു ആനുകൂല്യമോ ഡ്രൈവിംഗ് ലൈസൻസോ നേടാൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് അമേരിക്കയിലേക്ക് തിരിച്ചു വരുന്നതിന് എന്നേക്കുമായി വിലക്കേർപ്പെടുത്തും. ഈ തെറ്റിന് അപ്പീലില്ല. ഇത് നാടുകടത്തിലേക്കുള്ള ഏറ്റവും വേഗതയേറിയ വഴികളിൽ ഒന്നാണ്. ക്രിമിനൽ കേസുകളിൽ നിന്നും വിട്ടുനിൽക്കണം. ചെറിയ കുറ്റകൃത്യങ്ങൾ പോലും നിങ്ങളെ നാടുകടത്താൻ കാരണമായേക്കും. ഡ്രഗ് ആൻഡ് ഡ്രൈവിംഗ്, കടയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുക, അല്ലെങ്കിൽ ചില വീട്ടിലുള്ള വഴക്കുകൾ എന്നിവ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇവ അഗ്രവേറ്റഡ് ഫെലോണി അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ പോലും നിങ്ങളെ കുരുക്കിലാക്കാൻ സാധ്യതയുണ്ട്. 2025 ICE അക്രമരഹിതമായ കേസുകളിൽ പോലും കൂടുതൽ കർശനമായി നടപടിയെടുക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നത് നിങ്ങളുടെ സംരക്ഷണമാണ്. ഒരു ഗ്രീൻ കാർഡ് ഉടമ എന്ന നിലയിൽ നിങ്ങൾ ഒരു നികുതി താമസക്കാരൻ കൂടിയാണ്. അതിനാൽ എല്ലാ വർഷവും ഫോം 1040 ഉപയോഗിച്ച് നിങ്ങളുടെ നികുതി ഫയൽ ചെയ്യണം. പണം ലാഭിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ നോൺ റെസിഡന്റ് ആണെന്ന് അവകാശപ്പെട്ടാൽ IRS ആ വിവരങ്ങൾ USCIS പങ്കുവയ്ക്കും. ഇത് നിങ്ങൾ അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സൂചന നൽകും. ഇത് നാടുകടത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ്. അവസാനമായി, നാടുകടത്തൽ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അമേരിക്കൻ പൗരത്വം നേടുക എന്നതാണ്. 3-5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഇതിന് യോഗ്യതയുണ്ടെങ്കിൽ ഫോം N-400 ഉപയോഗിച്ച് അപേക്ഷിക്കണം. പൗരന്മാരെ നാടുകടത്താൻ കഴിയില്ല. ഇതിനുവേണ്ടി കാത്തിരിക്കുന്നത് തെറ്റായ പൗരത്വം അവകാശപ്പെടുന്നത് പോലുള്ള ഒരു തെറ്റ് നിങ്ങളുടെ സ്റ്റാറ്റസ് ഇല്ലാതാക്കാൻ ഇടയാക്കും. പൗരത്വം എന്നത് നിങ്ങളുടെ താൽക്കാലിക സംരക്ഷണത്തിലുള്ള ഏറ്റവും വലിയ മെച്ചപ്പെടുത്തലാണ്.